ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. സഹകരണ എക്സൈസ് വകുപ്പുകളിൽ എടുത്തുകൊണ്ടിരിക്കുന്ന തീരുമാനങ്ങളെക്കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ പത്രസമ്മേളനം നടത്തുന്നത്. നിലവിൽ സഹകരണ മേഖലയിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ തന്നെ പ്രഖ്യാപിച്ച സുപ്രധാനമായൊരു തീരുമാനമായിരുന്നു ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി. ഇതുവരെ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം 100 കോടിയിൽ പരം രൂപയുടെ സെറ്റിൽമെൻറ്റുകൾ നടന്നിട്ടുണ്ട്. ഈ പദ്ധതി കൂടുതൽ സുഗമമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഇപ്പോഴും ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരം വായ്പ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിൽ പലപ്പോഴും ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാകാത്തതുകൊണ്ട് നിരവധി നിവേദനങ്ങൾ ജനപ്രതിനിധികളെയും സഹകരണ വകുപ്പ് മന്ത്രി എന്ന നിലയിൽ എനിക്കും നേരിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിലാണ് കൂടുതൽ ഫലപ്രദമായി ആനുകൂല്യങ്ങൾ വായ്പക്കാർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ജനപ്രതിനിധികളെ, എംപിമാരെയും MLA-മാരെയും കൂടി ഈ ഒരു പദ്ധതിയിൽ പങ്കാളികളാക്കാൻ ആവശ്യമായ തീരുമാനം സഹകരണ വകുപ്പ് സ്വീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഈ ആശ്വാസിൻ്റെ വ്യവസ്ഥകൾ ലഘൂകരിച്ചുകൊണ്ട് വിവിധ തല കമ്മിറ്റികൾ ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെടുകയുണ്ടായി. അതിൽ സംഘതല കമ്മിറ്റികൾക്ക് 25% വരെ പലിശ ഇളവ് നൽകാനുള്ള അധികാരം നൽകിയിട്ടുണ്ട്. സംഘത്തിനു മുകളിൽ AR തലത്തിൽ സമിതി രൂപീകരിച്ച് ആ സമിതിയിൽ MLA-മാരെ കൂടി ഉൾപ്പെടുത്തി. അപ്പോൾ MLA-മാർക്ക് അദാലത്തുകളിൽ നേരിട്ട് പങ്കെടുത്ത് 35% വരെ, ഇപ്പോൾ പ്രാഥമിക സംഘം അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ 35% വരെ ഇളവ് നൽകാനുള്ള അധികാരം AR തല കമ്മിറ്റിക്ക് നൽകിയുണ്ടായി. അതിനു മുകളിൽ ജോയിന്റ് രജിസ്ട്രാർ തലത്തിൽ 50% വരെ പലിശ ഇളവ് നൽകാനുള്ള അധികാരം ജോയിന്റ് രജിസ്ട്രാർ തല കമ്മിറ്റികൾക്ക് നൽകി. അതിലും MPമാരെയും MLA-മാരെയും ഉൾപ്പെടുത്തി. സ്വാഭാവികമായി അവരുടെ മുമ്പിൽ വരുന്നിരിക്കുന്ന ജനകീയ വിഷയങ്ങളെ അല്ലെങ്കിൽ വായ്പയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നേരിട്ട് സംഘങ്ങളുമായി സംസാരിച്ച്, ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് പരിഹരിക്കാനുള്ളൊരു അവസരമാണ് അത്തരത്തിൽ നൽകിയത്. ഇപ്പോൾ മുൻകാലങ്ങളിൽ അത്തരം ഒരു വ്യവസ്ഥ, അത്തരം ഒരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ MPമാരും MLA-മാരും കൂടി ആയതോടെ ജില്ലാ തലത്തിലും AR തലത്തിലും നടക്കുന്ന അദാലത്തുകൾ കൂടുതൽ ഇഫക്റ്റീവായി തുടങ്ങി എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. AR തലത്തിന് മുകളിൽ സംസ്ഥാനതല സമിതിക്ക് പരമാവധി ഇളവും നൽകുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ AR തല സമിതികളുടെ പൂർത്തീകരണത്തിനോടൊപ്പം സംസ്ഥാനതല സമിതി കൂടാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എല്ലാ AR തല യോഗങ്ങളും പൂർത്തീകരിച്ച്, അദാലത്തുകൾ പൂർത്തീകരിച്ച്, ജില്ലകളിലെ ഇപ്പം നിലവിൽ നടക്കുന്നുണ്ട് എങ്കിലും അതും പൂർണ്ണമായും കൃത്യമാക്കി അവിടെ ഒന്നും ശുപാർശ ചെയ്യുന്ന മുഴുവൻ അപേക്ഷകളും സംസ്ഥാന തലത്തിൽ പരിഹരിച്ച് പരമാവധി ആളുകൾക്ക് ആനുകൂല്യം നൽകണം, അവരെ പരമാവധി സഹായിക്കണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാട്. നിലവിൽ ഈ ആശ്വാസിൻ്റെ കാലപരിധി 31 വരെ ആണെങ്കിലും 1 മാസം കൂടി നീട്ടണം എന്നുള്ളൊരു അഭിപ്രായം സഹകരണ വകുപ്പിന് മുമ്പിലുണ്ട്. അതിൽ വളരെ ഫലപ്രദമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘങ്ങളും അത്തരം ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് കൂടുതൽ സമയം നൽകിക്കഴിഞ്ഞാൽ അവരുടെ കുടിശ്ശിക ജനങ്ങളുമായി സംസാരിച്ച് പരിഹരിക്കാൻ അവസരമുണ്ടാകുമെന്നും അതിനാൽ സമയം നീട്ടി നൽകണമെന്നൊരു അഭിപ്രായം അവർക്കുണ്ട്. ഉപഭോക്താക്കളെ സംബന്ധിച്ച്, വായ്പക്കാരെ സംബന്ധിച്ചും ഈ ഓണവും വെള്ളപ്പൊക്കവും മറ്റു കാര്യങ്ങളുമൊക്കെ കാരണം ഇതിൽ ഫലപ്രദമായി വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാനുള്ള സമയം ലഭിച്ചില്ല. അതുകൊണ്ട് കൂടുതൽ സമയം വേണമെന്നൊരു ആവശ്യം സർക്കാരിന് മുമ്പിലുണ്ട്. സർക്കാർ അത് ഗൗരവതരമായി പരിഗണിക്കുന്നുണ്ട്. അന്തിമ തീരുമാനം സ്വീകരിച്ചിട്ടില്ല. സർക്കാരിൻ്റെ 100 ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി അംഗസമാശ്വാസ നിധി ഏകദേശം 1753 അപേക്ഷകൾ പെൻഡിംഗ് ഉണ്ടായിരുന്നു നിലവിൽ ഈ ഗവൺമെൻറ് വരുന്ന സമയത്ത്. അതിലെ ഡിഫക്റ്റ് ഇല്ലാത്ത 1695 അപേക്ഷകൾ പരിഗണിച്ച് ഉന്നതതല സമിതി 3,80,00,000 രൂപയുടെ സഹായം വിതരണം
സഹായം അംഗീകരിച്ചു, ധനസഹായം അംഗീകരിച്ച് ഉത്തരവായി. അതിൻ്റെ വിതരണം ആരംഭിച്ചു കഴിഞ്ഞു. കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന പദ്ധതിയാണ് റിസ്ക് ഫണ്ട് പദ്ധതി. വായ്പക്കാർ മരണമടഞ്ഞു പോയാൽ 3 ലക്ഷം രൂപ വരെ ആനുകൂല്യം ലഭിക്കുന്ന ഈ റിസ്ക് ഫണ്ട് പദ്ധതിയിൽ അത് പരിഷ്കരിക്കാനുള്ള തീരുമാനം ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പ എടുത്തുള്ളവർ വായ്പാ കാലാവധിക്കുള്ളിൽ മരണപ്പെട്ടാൽ 3 ലക്ഷം രൂപ വരെയുള്ള വായ്പാ ബാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി രൂപപ്പെടുത്തിയത്. പക്ഷെ നേരത്തെ ഉണ്ടായിരുന്ന പദ്ധതിയിൽ മാരക രോഗം ബാധിച്ചവർക്കടക്കം 6 മാസം കുടിശ്ശിക ഉണ്ടായാൽ ആനുകൂല്യം നൽകാൻ കഴിയാത്ത വ്യവസ്ഥയുണ്ടായിരുന്നു. അത് ഒഴിവാക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. അത് 12 മാസമാക്കി ഉയർത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. 1 വർഷം വരെ കുടിശ്ശിക ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കണം. അതാണ് ഈ ഒരു തീരുമാനത്തിൻ്റെ പിന്നിലുള്ള കാരണം. കൂടാതെ ഈ പദ്ധതിയിൽ ഇതുവരെ ചേർന്നിട്ടില്ലാത്ത വായ്പാ അംഗങ്ങൾ, ആ വായ്പ ഈ ഭേദഗതി നിലവിൽ വരുന്നത് മുതൽ നിലവിൽ റിസ്ക് ഫണ്ടിൻ്റെ പരിധിയിൽ വരാത്ത മുഴുവൻ വായ്പക്കാരെയും ആ പരിധിയിൽ വരുത്താൻ ആവശ്യമായ സമയം കൊടുക്കാനും അതനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വായ്പക്കാർക്ക് പ്രയോജനപ്രദമാകുന്ന ഒരു ഭേദഗതിയായിരിക്കും. കാരണം പലപ്പോഴും വായ്പ എടുത്തവർ മരണമടഞ്ഞിട്ട് അവരുടെ കുടുംബാംഗങ്ങൾ കടക്കണിയിലാവുന്ന സാഹചര്യത്തിൽ ഈ കുടിശ്ശിക നിലവിലിരിക്കുന്നു എന്നുള്ളതാണ് പലപ്പോഴും ഈ ആനുകൂല്യം ലഭിക്കാൻ ഒരു തടസ്സമായി മാറുന്നത്. അപ്പോൾ ആ പദ്ധതിയിലേക്കുള്ള ധനസമാഹരണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ അതിൽ പങ്കാളികളാവുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ശേഷി വർദ്ധിക്കും. ഫണ്ടിൻ്റെ ശേഷി വർദ്ധിക്കുകയും അതിൻ്റെ ആനുകൂല്യം പരമാവധി ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ ഒരു ഭേദഗതി തീരുമാനമെടുത്തിരിക്കുന്നത്. മറ്റൊരു സുപ്രധാനമായ തീരുമാനം സഹകരണ മേഖലയുടെ വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന പദ്ധതിയാണ് വിശ്വാസ്. ഞാൻ സഹകരണ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം നമ്മൾ നടത്തിക്കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു പ്രക്രിയ, ഇപ്പോഴും അത് പ്രോസസ്സിലാണ്. നിലവിൽ ഡിപ്പോസിറ്റ് ക്രൈസിസിലുള്ള സംഘങ്ങൾ എത്ര എന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് സർക്കാർ ആദ്യം എടുത്തൊരു പ്രധാനപ്പെട്ട തീരുമാനം. ഇപ്പം 400-ൽ പരം സംഘങ്ങൾ, അത്തരത്തിൽ ഡിപ്പോസിറ്റ് ക്രൈസിസ് ഉള്ള 400-ൽ പരം സംഘങ്ങൾ ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ അതിൻ്റെ കണക്കുണ്ട്. വീണ്ടും അതിൻ്റെ സ്ക്രൂട്ടണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം സംഘങ്ങളിൽ ആ സംഘങ്ങളിൽ വെച്ച് വായ്പാ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് ക്രൈസിസ് നേരിടുന്ന ആളുകളെ, നിക്ഷേപകരെ സഹായിക്കാൻ ആവശ്യമായ ഒരു പാക്കേജ് ഗവൺമെൻറ് രൂപപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. സമഗ്രമായ ഒരു പാക്കേജിലൂടെ എല്ലാ ഡിപ്പോസിറ്റേഴ്സിനും അവരുടെ തുക ലഭിക്കാൻ, അപ്പം അത് നമുക്ക് ഒറ്റയടിക്ക് മുഴുവൻ തുക കൊടുക്കുക എന്നുള്ളതല്ല, അതിൻ്റെ പാക്കേജായി കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോ സംഘങ്ങളിലും ഇപ്പോൾ ക്രമക്കേടുകൾ മൂലം ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന, അത് അഴിമതി, പണാപഹരണം, ഭരണവീഴ്ച, വായ്പാ തട്ടിപ്പ്, ഫണ്ട് വകമീറ്റൽ, മറ്റ് ക്രമക്കേടുകൾ തുടങ്ങിയിരിക്കുന്ന കാരണങ്ങളാൽ ഫണ്ട് റോഷൻ സംഭവിച്ചിരിക്കുന്ന സംഘങ്ങളിൽ അതിന് ഉത്തരവാദികൾക്കെതിരെ സർചാർജ് നടപടികൾ ദ്രുതപ്പെടുത്തി ഇപ്പോൾ നിലവിൽ അത്തരം ഏർപ്പെടുത്തിയിരിക്കുന്നത് മുഴുവൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇനിയും വളരെ പെട്ടെന്ന് തന്നെ അവർക്കെതിരെയുള്ള നടപടികൾ വേഗത്തിലാക്കി സർചാർജ് തുക ഈടാക്കുക, അല്ലെങ്കിൽ ആ ഡിപ്പോസിറ്റിൽ സർചാർജ് പോർഷൻ അത്രയും ഭാഗം സർചാർജിലൂടെ ഏർപ്പെടുത്തും. ഉദാഹരണത്തിന് ഒരു സംഘത്തിന് 100 കോടി രൂപയുടെ വായ്പാ ഡിപ്പോസിറ്റ് ക്രൈസിസ് ഉണ്ടെന്ന് കരുതുക. അതിൽ ഉദ്യോഗസ്ഥന്മാരുടെ മേൽ ചുമതപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഭരണസമിതി അംഗങ്ങളുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്ന സർചാർജ് 35 കോടിയാണെങ്കിൽ ആ 35 കോടി രൂപ സർചാർജിലൂടെ തന്നെ കണ്ടെത്തണം. ബാക്കി വരുന്ന തുകയിൽ സംഘത്തിൻ്റെ വായ്പാ കുടിശ്ശിക, അവർ പുറത്തു കൊടുത്തിരിക്കുന്ന വായ്പ പിരിഞ്ഞു കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ ആ വായ്പ നിർബന്ധിതമായി തന്നെ പിരിച്ചെടുത്ത് ആ പോർഷൻ അത്രയും ലോണുകൾ അല്ലെങ്കിൽ ഡിപ്പോസിറ്റ് തിരികെ കൊടുക്കുന്ന ആ വായ്പാ കുടിശ്ശിക ലഭിക്കുന്നതിൻ്റെ മുറയ്ക്കാണ്. ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് ആക്ട് പ്രകാരം ഇത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ലിക്വിഡേറ്റ് ചെയ്യുന്ന സംഘങ്ങൾക്ക് മാത്രമേ അത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അത് പരിഷ്കരിച്ച് ഉള്ള നടപടികളും ശുപാർശകളും അന്തിമഘട്ടത്തിലാണ്. ഡിപ്പോസിറ്റേഴ്സ് ഗ്യാരണ്ടീസ് തുക മുഖാന്തരം ഉള്ള ഫണ്ട് മുഖാന്തരം കൊടുക്കാവുന്ന തുക അത്തരത്തിൽ വിതരണം ചെയ്യും. ബാക്കി വരുന്ന തുക സർക്കാർ വിവിധ ഏജൻസികളുമായി ഇപ്പം തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ധനസമാഹരണം നടത്തി സമയബന്ധിതമായി കൊടുക്കു തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്.